ഈ എന്താ പറയാ സ്ട്രിക്റ്റ് ടീച്ചറാണോ ക്ലാസ്സിലെ അതോ പിള്ളേരുടെ ഒപ്പം? അത്യാവശ്യം കാര്യം നമ്മൾ മ്യൂസിക് ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ജോളി അടിച്ചാണല്ലോ ക്ലാസ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമുക്ക് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആൺകുട്ടികളാണ് ഞങ്ങളുടെ ഓ അവിടെ. അത് ശരിയാ. അപ്പൊ ഒരു കൺട്രോൾ ഇങ്ങനെ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. എന്നും പ്രാക്ടീസ് ചെയ്ത് വരാൻ പറയൂ. അത് ചില ആൾക്കാരുണ്ട് അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ പാടി കേൾപ്പിച്ച് അയച്ചു കൊടുക്കുകയൊക്കെ വേണം ടീച്ചേഴ്സ്. അത് നമ്മൾ കൂടുതൽ ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ നമുക്ക് പാട്ട് എന്ന് പറയുന്നത് ശരിക്കൊരു ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് ആ ശ്രുതിജ്ഞാനോ അല്ലെങ്കിൽ ബേസിക്കലി ആ ഒരു ജ്ഞാനം ഇല്ലാത്ത കുട്ടികളെ കൊണ്ട് നമ്മൾ എത്ര ഫോഴ്സ് ചെയ്താലും അവർക്ക് പരിമിതികളുണ്ട്. പിന്നെ എല്ലാവർക്കും കൂടെ പാടാവുന്ന കുറച്ച് പാട്ടുകൾ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. ഓണപ്പാട്ടുകൾ അല്ലെങ്കിൽ ദേശഭക്തി ഗാനങ്ങൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ അവരത് പാടും. ഒന്നിച്ച് പാടാൻ അവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം അത് ചേർന്ന് പാടും. പിന്നെ നമ്മൾ ഈ ക്ലാസിക്കലോ അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് ഒക്കെ നമ്മൾ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ അവരോട് പാടിയിട്ട് അല്ലെങ്കിൽ കറക്ഷൻ തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യും. അത് നമുക്ക് എല്ലാ കുട്ടികൾക്കും അത് പ്രാക്ടിക്കൽ അല്ല.